ഹായ് ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരാവശ്യമായിട്ട് പുറത്ത് പോയിരുന്നു കേട്ടോ. രാവിലെ പോയിട്ട് 1 മണിയാകാറായി തിരിച്ചു വന്നപ്പോൾ. പുറത്തുനിന്നൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അല്ലെങ്കിലും പുറത്തുനിന്ന് കഴിക്കുന്നതും വലിയ പാടാണ്, വയറൊക്കെ കേടാകും. അപ്പോൾ അത് കാരണം വീട്ടിൽ വന്നപ്പോൾ ഒരു കവർ ചപ്പാത്തിയും ഉണ്ട്, 5-6 മുട്ടയും ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് മുട്ടക്കറിയൊക്കെ ആക്കി ചപ്പാത്തി ചൂടാക്കി കഴിച്ച് വരുമ്പോൾ ഒത്തിരി നേരമാകും. എനിക്കാണെങ്കിൽ നല്ല വിശന്ന് നിൽക്കാനേ പറ്റത്തില്ല. അങ്ങനെ ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ചപ്പാത്തി എടുത്ത് ആദ്യം അതൊന്ന് ചൂടാക്കി അങ്ങ് വെച്ചിട്ട് പിന്നെ ഇച്ചിരി പച്ചക്കറിയൊക്കെ കൂടെ എടുത്ത് കട്ട് ചെയ്തിട്ട് ചപ്പാത്തിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് അതങ്ങനെ അങ്ങ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആയപ്പോൾ ഐഡിയ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരുന്നു. മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ ചപ്പാത്തിയും വെച്ച് ഇച്ചിരി ക്യാപ്സിക്കവും പിന്നെ മുട്ടക്കോസും തക്കാളി ഇതൊക്കെ കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇച്ചിരി അതിലോട്ട് വെച്ച് ഒന്ന് മടക്കി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനകത്ത് 2 ചീസും കൂടെ അങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആ മണം ഇങ്ങനെ ചൂടോടെ അവൾക്കത് ആ മണം കിട്ടുന്നുണ്ടായിരുന്നു. അന്നേരം ഓടിക്കൊണ്ട് വന്ന് പറയുക, എനിക്ക് പിസ്സ വേണം, എനിക്ക് ഇത് വേണ്ട, പിസ്സ വേണം, നല്ല മണവാന്നും പറഞ്ഞ് നിന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു മുട്ട എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ചപ്പാത്തിയും വെച്ച് പിന്നെ ഇതെല്ലാം തന്നെ ഇച്ചിരി കട്ട് ചെയ്തങ്ങ് വെച്ച് കുറച്ച് ചീസും കൂടെ അങ്ങ് ഇട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു പിസ്സ ഉണ്ടാക്കി. വലിയ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതെൻ്റെ പാനിൽ കൊള്ളുന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ചെറിയ പാന അടുപ്പത്ത് വെച്ച ആദ്യം ഒരു ലക്ഷ്യവും ഇല്ലാതെ അങ്ങ് തുടങ്ങിയതാണ്. അങ്ങനെ ചപ്പാത്തി കട്ട് ചെയ്ത് ഞാൻ റൗണ്ടിന് ആക്കിയിട്ട് എടുത്തപ്പോൾ അതിൽ കുറേ മെച്ചം വന്നു കേട്ടോ. അതങ്ങനെ അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ചെറിയ ചപ്പാത്തി ആയപ്പോൾ പിന്നെ അത് ചുരുട്ടാൻ പാടാ കേട്ടോ. ചീസുമൊക്കെ വെച്ചിട്ട് ചുരുട്ടാനായിട്ട് പാടാ. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, അട പോലെ മടക്കി അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങ് ഇട്ടു. അപ്പോൾ ആ ചീസൊക്കെ അങ്ങ് മെൽറ്റായി. എന്തായാലും സംഗതി അങ്ങ് സൂപ്പറായി കേട്ടോ. ചപ്പാത്തിയുടെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ, അതിനെ എടുത്ത് ഒന്നുകൂടെ അങ്ങ് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ മെച്ചം വന്ന മുട്ടക്കോസും ഇതെല്ലാം ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, അതും കൂടെ എടുത്ത് ഇതിനകത്തിട്ട് ഇച്ചിരി സോസും ഒക്കെ അങ്ങോട്ട് ഒഴിച്ച് 2 മുട്ടയും കൂടെ അങ്ങോട്ട് അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കി. അപ്പോൾ അതില്ല കൊത്തു പൊറോട്ട പോലെയായിരുന്നു കേട്ടോ. അതാണ് ഇതിനേക്കാളൊക്കെ സൂപ്പറാണ്. ഞാൻ ഒരു ലക്ഷ്യവും ഇല്ലാതെ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു പിസ്സയായി, പിന്നെ ഈ അട പോലുള്ള ഇതായി, ചീസ് വെച്ച അടയെന്ന് വേണമെങ്കിൽ പറയാം, അതായി. പിന്നെ കൊത്തു പൊറോട്ടയായി. ഈ ഒരു ചപ്പാത്തിയിൽ നിന്ന് ഇത് 3 ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയാലും നമുക്ക് പെട്ടെന്ന് അങ്ങ് കഴിക്കാൻ പറ്റും. ഏതെങ്കിലും ഒന്നുണ്ടാക്കിയാലും മതി. ഇത് മെച്ചം വന്നതുകൊണ്ട് അതങ്ങ് ചെയ്തതാണ്. പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് കഴിഞ്ഞു. വിശന്നൊക്കെ നമ്മൾ കയറി വരുമ്പോഴേ നമുക്കിതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റും. ഞാനും അങ്ങനെ എന്ത് ചെയ്യട്ടെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇതിനകത്ത് ഇതെല്ലാം കൂടെ അങ്ങ് വെക്കുമ്പോഴേ പിന്നെ അത് റോളാക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ ലക്ഷ്യം അതായിരുന്നു കേട്ടോ, റോളാക്കി എടുത്ത് വെച്ച് അങ്ങ് കഴിക്കാമെന്നായിരുന്നു. പക്ഷേ അങ്ങനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇതിനകത്ത് ഇത് വെക്കുമ്പോൾ പിന്നെ കുഞ്ഞു ചപ്പാത്തിയാണ്, തീരെ പറ്റുന്നില്ല. ഞാനങ്ങനെ എന്ത് ചെയ്തു, മടക്കി അങ്ങ് വെച്ചു. അപ്പോൾ ചീസൊക്കെ ഇരുന്ന് ഇങ്ങനെ മെൽറ്റാകുമ്പോൾ അതങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളും. ഇതെന്താ ചീസ്, മുട്ട, അട, എന്ത് വേണോ പറയാം, പേര് നിങ്ങളിട്ടോ, എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ വിശപ്പിൻ്റെ കാഠിന്യവും കൊണ്ട് കൊച്ചും വിശന്ന് നിൽക്കുക, വിശക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ അന്തം വിട്ടങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ ഇതുണ്ടല്ലോ, ഇതങ്ങ് സൂപ്പറായി. അവൾക്കാണെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ സ്മെല്ല് വരുമ്പോൾ അവൾ പറയുന്നു പിസ്സ വേണം. ഉടനെ അവൾക്ക് ഞാൻ ഒരു പിസ്സയും ഉണ്ടാക്കി കൊടുത്ത് കൊത്തു പൊറോട്ടയും ആക്കി കേട്ടോ. കൊത്തു പൊറോട്ട ഇച്ചിരി അത് ഇങ്ങനെയും ചെയ്യാം കൊത്തു പൊറോട്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് തോന്നി അങ്ങ് ചെയ്തതാ. അതിലിടുന്നത് ഇങ്ങനൊന്നും അല്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. 2 മുട്ടയും ഒക്കെ പൊട്ടിച്ചൊഴിച്ച് അത്യാവശ്യം നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാം അല്ലേ. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. 3 എണ്ണം ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്തു. പിസ്സയൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ.
മോളാണെ എല്ലാം ടേസ്റ്റ് നോക്കി കഴിക്കുന്നതാ. നല്ല ടേസ്റ്റ് ഇല്ലേ അവളൊന്നും കഴിക്കത്തില്ല. കഴിച്ചില്ലേലും അവൾ അങ്ങ് നിൽക്കും. കഴിക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റ് ആയിരിക്കണം. ഇന്നിപ്പോൾ അവൾ ഇതെല്ലാം ഇങ്ങനെ മൂന്നും ടേസ്റ്റ് നോക്കിയിട്ട് നല്ല സൂപ്പറെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി കേട്ടോ. ദേ ഇതാണ് കേട്ടോ നമ്മുടെ പിസ്സ. എങ്ങനെയുണ്ട്? കുഞ്ഞാണ് കേട്ടോ, എന്നാലും അവൾക്ക് ഹാപ്പി ആവാൻ ഇത് മതിയാകും. നല്ലപോലെ ചീസൊക്കെ വെച്ചിട്ട് ഞാനങ്ങനെ പറ്റുന്നതൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ടങ്ങ് ചെയ്തങ്ങ് കൊടുക്കുമായിരുന്നേ. പക്ഷേ അതിൽ ഞാൻ വിജയിച്ചു ഇന്ന്. ഇതാകെ ഒരു 4 പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി കഴിച്ചപ്പോൾ. ഇത് ആകെ ഒരു 4 പീസ്, കുഞ്ഞ് 4 പീസ്. അത് കട്ട് ചെയ്യാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ് ഇവിടെ ഒരാളിരുന്നങ്ങ് കരയുക. എന്നോട് പിണങ്ങിയിരിക്കുവാണേ. ഇതോ കരയുവാണേ.